ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെക്കാൾ സ്നേഹിച്ചവരാണ് സഹാബാക്കൾ. നമ്മളൊന്നും അതിന്റെ 7 അയലത്തെത്തിയിട്ടില്ല ഇന്ന് വരെ. എത്ര പ്രസംഗിച്ചിട്ടും കേട്ടിട്ടും പഠിച്ചിട്ടും വായിച്ചിട്ടും അവിടെ നിന്ന് എത്തിയിട്ടില്ല. സഹാബാക്കൾ സ്നേഹിച്ചവരോ എന്തൊരു സ്നേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. നമ്മളെ കൊണ്ട് താടി വെക്കാൻ പറ്റിയോ? നമ്മളെ കൊണ്ട് താടി നീട്ടാൻ പറ്റിയോ? ഇന്ന് ആദർശത്തിന്റെ മിമ്പറിൽ പോലും പറയാ താടി വെച്ചിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലാഹു മാപ്പ് കൊടുക്കട്ടെ. സലഫി മിമ്പറുകളിൽ അങ്ങനെ വലിയ ആട്ടും പൂടേന്ന് വെച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ജസ്റ്റ് പേരിന് ഇങ്ങനെ ഒരു 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പറഞ്ഞു താടി വെക്കൽ ഫർളാണ്, സുന്നത്ത് എന്നല്ല, ഫർളാണ്, വടിക്കൽ ഹറാമാണ്. ഈ ഹറാമും ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഹുബ്ബുർ റസൂൽ ഉണ്ടോ എന്ന് സമ്മതിക്കാൻ പറ്റുമോ? ഒരു റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു തരിയെങ്കിലും സ്നേഹം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഹറാം നിത്യമായി ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഞാൻ വേറൊരു കഥ പറയട്ടെ. താടി വടിക്കുന്ന ഒരാള് ഈ താടി റസൂലുള്ളാഹി തങ്ങളുടെ ആശയായ ഈ താടി കളയുന്നത്, വടിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്താ അതിനെ കൊണ്ടുള്ള നേട്ടം? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഗ്ലാമറാണ് അല്ലേ? വേറെന്താ? പൈസ കിട്ടോ? പൈസ പോലല്ലേ? ഇത്ര പൈസയാ താടി പഠിച്ചിട്ട് പോവാ. ബ്ലേഡിന്റെ പൈസ കൂടി. സൗന്ദര്യമാണല്ലേ പ്രതീക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ താടി നീണ്ടാൽ അതെന്താണ്? വൈരൂപ്യമാണ് അല്ലേ? അത് സൗന്ദര്യത്തിന് കേടാണ്, ഭംഗിയില്ലായ്മയാ. താടി വടിച്ചാൽ അത് ഭംഗിയാണ്. അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ച അത് ഖുർആനെതിരാണ്. അത് ഖുർആനെതിരാണ് ആ വിശ്വാസം. എന്തുകൊണ്ടാണ്? തീൻ മരത്തെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ല, ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീന്റെ ഫത്വ വായിച്ച കാണാം. തീൻ മരത്തെ തന്നെയാണ് സത്യം. സൈത്ത് തന്നെയാണ് സത്യം. സീന താഴ്വാരം തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, നിർഭയമായ ഈ നാട് തന്നെയാണ് സത്യം. 4 സത്യം. പടച്ചോൻ എന്തിനാ സത്യം ചെയ്യൽ? സാധാരണ നമുക്കിങ്ങനെ സത്യം ചെയ്യാൻ അനുവാദമില്ലല്ലോ. മൻ ഹലഫ ബിഗൈരില്ലാഹി, അല്ലാഹ് എല്ലാത്തിനെ കൊണ്ട് സത്യം ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. അള്ളാഹു അവന്റെ സൃഷ്ടികളെ വിളിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം ഗൗരവമുള്ള കാര്യമായിരിക്കും. അടുത്ത വാക്കേതാ? ലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും മനോഹരമായ ഘടനയിൽ. അഹ്സൻ അങ്ങേയറ്റത്തെ വാക്കാണ്. ഏറ്റവും സുന്ദരമായ ഘടനയിൽ നാം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യരാരൊക്കെ പെട്ടു? പെണ്ണും പെട്ടു, ആണും പെട്ടു. ഇത് ഫാൻസിന്ന് വാങ്ങി വെച്ചതാ? പെണ്ണുങ്ങൾ മുടി വാങ്ങും പോലെ ആണോ? ഇതിങ്ങനെ വളർന്നു വന്നല്ലേ, പടച്ചവൻ മുളപ്പിച്ചതല്ലേ. എന്ന് വെച്ചാൽ ആണുങ്ങളുടെ അഹ്സന് തഖ്വീമിൽ പെട്ടതാണ് ഈ സാധനം. സുന്ദരമായ ഘടന പടച്ചോന്റെ. എന്താ പെണ്ണിന് താടി വരാത്ത? പെണ്ണിന് താടി വരാത്ത. ഇപ്പൊ നമ്മളൊക്കെ വീട്ടിലേക്ക് പോകുമ്പോ കൊണ്ടാട്ടിക്ക് വലിയ താടി വന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വരൂല. എന്തുകൊണ്ട്? പെണ്ണിന്റെ അഹ്സന് തഖ്വീം താടിയില്ലാത്ത മുഖമാണ്. ആണിൻ്റെത് താടിയുള്ളതാണ് അഹ്സന് തഖ്വീം. ഒരുത്തം പറയാ എന്റെ അഹ്സൻ, എനിക്ക് ഏറ്റവും നല്ല താടി ഇല്ലാത്തതാണ്. അപ്പൊ അള്ളാഹ്ക്ക് തെറ്റിയതാ? പടച്ചോന് പിഴവോറ്റ് പോയതാ? നമുക്ക് വേണ്ടാത്ത ഗുഹ്യരോമം, കച്ചരോമം, മീശ ഇതൊക്കെ കളയാൻ ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തോ? വിടാൻ കൽപ്പിച്ചു. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അഹ്സന് തഖ്വീം താടിയോടുകൂടിയ പുരുഷന്റെ ഘടനയാണ്, പെണ്ണിന് അതില്ലാത്ത ഘടനയാണ്. ഒരുത്തൻ ശരീരത്തെ മനോഹരമാക്കാൻ താടിയെ വടിച്ചാൽ അതിനർത്ഥം എന്താ? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ അപാകത അവൻ കണ്ടു. ഫർജിഅൽ ബസർ കറതൈൻ യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. എന്റെ സൃഷ്ടിയെ നീ നോക്ക്, ഇനിയും നോക്ക്, ഇനിയും നോക്ക്. നിന്റെ നോട്ടം
നിരാശനായി പരാജയപ്പെട്ട് മടങ്ങി വരും. എന്റെ സൃഷ്ടിപ്പിൽ അപാകത ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ ഷരീഫിന്റെ ആയത്തിനെതിരാണ് ചങ്ങാതിമാരെ ഭംഗിക്ക് വേണ്ടി താടി വടിക്കൽ. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് ആണുങ്ങളോട് താടി നീട്ടീൻ, മീശ വെട്ടീൻ. നമ്മൾ മീശ അരിപ്പ പോലെ വെക്കാൻ റെഡിയാ, താടി വെക്കാനേ റെഡിയല്ല. ആരാ ഹുബ്ബുർ റസൂൽ യാഥാർത്ഥ്യമാക്കിയത്? പ്രസംഗിച്ചിട്ടെന്താ കാര്യം? നബിദിനാഘോഷത്തിന് കൊടി പൊക്കിയിട്ടെന്താ കാര്യം? റസൂൽ ആഗ്രഹിച്ച താടി മുഖത്തില്ലെങ്കിൽ പിന്നെന്താ ഹുബ്ബുർ റസൂലിന്റെ അർത്ഥം? സഹാബാക്കൾ സ്നേഹത്തിൽ ജീവൻ കൊടുത്തിട്ടാ നമുക്ക് ഈ വളർന്നു വരുന്ന ഫ്രീ ആയിട്ട് വന്ന സാധനം പോലും വെക്കാൻ തയ്യാറല്ല. പിന്നെന്തിന് നമ്മൾ ഹുബ്ബുർ റസൂൽ പറയുന്നു, പാടുന്നു, പ്രസംഗിക്കുന്നു? ഇപ്പൊ കുറച്ച് ആൾക്കാർ വെച്ചവനെ വടിപ്പിക്കാൻ, അങ്ങനെ വെച്ചവനെ മുറിപ്പിക്കണേ. എന്താണ് ഇത്? ഊച്ചാൻ താടി ആട്ടിന്റെ പുടയും വെച്ച്. അല്ലാഹു കാക്കട്ടെ. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. എന്റെ പൊന്നു ചങ്ങാതിമാരെ, നന്മയിൽ സഹായികളാവൂ, തിന്മയിൽ സഹായികളാവരുത്. പേർഷ്യൻ രാജാവിന്റെ 2 ദൂതന്മാർ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വന്നു. ക്ലീൻ ഷൈവ ഹബീബായ തങ്ങൾ മുഖം തിരിച്ചു. അവര് ചോദിച്ചു, ഇതെവിടുത്തെ നിയമമാണ്? അയൽ രാജ്യത്തിന്റെ ദൂതന്മാര് വന്നപ്പോൾ മുഖം തിരിക്കുകയോ? ഹബീബ് പറഞ്ഞു, താടിയില്ലാത്ത മുഖം കണ്ടിട്ട് തിരിച്ചതാ. ദൂതന്മാര് തിരിച്ചു പറഞ്ഞു, നമ്മളെന്ത് ചെയ്യാനാണ്? ഇത് പേർഷ്യൻ രാജാവിന്റെ കൽപ്പനയാണ്. ഹബീബായ തങ്ങൾ നേരെ ഇരുന്നിട്ട് പറഞ്ഞു, എങ്കിൽ ഇത് എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്. ഇങ്ങനെ നിങ്ങൾ താടി വെക്കാത്തത് നിങ്ങളുടെ രാജാവിന്റെ കൽപ്പനയാണെങ്കിൽ താടി നീട്ടൽ എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുബ്ബുർ റസൂൽ ഉണ്ടോ? താടി കാണണം, നാവ് കണ്ടാ പോലെ നീണ്ടു വരണം. ഭാര്യമാർ അത് ആഗ്രഹിക്കുന്നവരാവണം. മംഗലാപുരത്തിന്റെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, താടി വെക്കണമെന്ന് ഭയങ്കര ആശ. ഓള് സമ്മതിക്കുന്നില്ല, ഭയങ്കര എതിർപ്പ്. മാഷാ അല്ലാഹ് നമ്മൾ ഗൾഫിലൊക്കെ പോയി വന്ന് നോക്കുമ്പോ ഇത്രയുണ്ട് താടി, ഇത്രയുണ്ട്. നമ്മളെക്കാൾ, ഞാൻ പറഞ്ഞു മാഷാ അല്ലാഹ് എന്നെക്കാളും വലുതായപ്പോലെ. അൽഹംദുലില്ലാഹ് ആ പെണ്ണ് പഠിച്ചു. ആ പെണ്ണ് അവനെ പ്രോത്സാഹിപ്പിച്ചു താടി നീട്ടാൻ. ഇന്ന് അൽഹംദുലില്ലാഹ് നല്ല പ്യൂർ സലഫിയായിട്ട് അള്ളാഹു ഇസ്തിഖാമത്ത് കൊടുക്കട്ടെ. നമുക്കെല്ലാം അള്ളാഹു ചെയ്യുന്ന അമലിൽ ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.